ഇതുപോലെ ഒരു ബോൾ വയറ് നിറയെ രാത്രി കഴിച്ച് നമുക്ക് വണ്ണം കുറയ്ക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ കലോറി കുറഞ്ഞ ഫുഡായതുകൊണ്ട് തന്നെ നമുക്ക് വയറ് നിറയെ കഴിക്കാം. രാത്രിയിലല്ലേ വെയിറ്റ് ലോസ് സാധാരണ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളോട് രാത്രി നേരത്തെ ഭക്ഷണം കഴിക്കണം പറയുന്നത്. ഇപ്പോൾ പിന്നെ മഴയല്ലേ, അപ്പം നമുക്ക് വിശപ്പ് കുറച്ച് കൂടുതലും തോന്നും. ഇങ്ങനെയുള്ള ഫുഡ് ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമുക്ക് വയറ് നിറയെ കഴിക്കാം. കലോറി കുറവാണ് ഇതിലെടുക്കുന്ന എല്ലാം തന്നെ. അപ്പോൾ സമയം കളയാതെ എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് നമ്മൾ റാഗിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് വറുത്ത് പൊടിച്ച റാഗിപ്പൊടിയാണ്. ഇത് 2 സ്പൂണാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇത് കട്ടകളൊന്നുമില്ലാതെ ഉടച്ചെടുക്കണം. അതിനായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട്, ലെൻസുകളൊന്നും ഇല്ലാതിരിക്കാൻ. കട്ടിയുള്ള പാത്രത്തിലേക്ക് ബട്ടറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് മെൽറ്റ് ആകുമ്പോൾ നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു കൈപ്പിടി അളവ് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതൊക്കെ ഫാസ്റ്റായിട്ട് കുക്ക് ചെയ്യുന്നതാണ് കേട്ടോ, അധികം വഴറ്റി സമയം കളയണ്ട. അടുത്ത് നമുക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് സ്വീറ്റ് കോണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു കൈപ്പിടി അളവാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം തന്നെ 2 പേർക്ക് കഴിക്കാനുള്ള അളവിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അടുത്തത് ഇതിലേക്ക് ബീൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും അതെ ഒരു ബൗളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇന്ന വെജിറ്റബിൾസ് ചേർക്കണമെന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ളത് എന്തും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഗ്രീൻ പീസാണ് ചേർക്കുന്നത്. ഗ്രീൻ പീസ് ഈ പച്ചപ്പട്ടാണിയില്ലേ ഗ്രീൻ, അതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് വേവിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കാം. ഇതങ്ങനെ ചെയ്യേണ്ടത് കാര്യമില്ല, അത് ഇതിൽ തന്നെ വെന്തോളും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റാണ് ചേർക്കുന്നത്. അതും ഒരു ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. വെജിറ്റബിൾസിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുത്ത് ഇതും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് എരിവിനനുസരിച്ച് കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സൂപ്പിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമുക്കിവിടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ സൂപ്പിലേക്ക് ഇനി അടുത്തതായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റാഗി വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി റാഗി കൂടി ചേർത്ത് നന്നായിട്ട് വെവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതായത് ഇതിൻ്റെ കൂടെ കിടന്ന് വെവട്ടെ. ഇത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുക്കാൻ നിർബന്ധമില്ല കേട്ടോ, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക മണവും ടേസ്റ്റൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള നമ്മുടെ റാഗി സൂപ്പ് നമുക്കിവിടെ ശരിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. ഈ ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം നമുക്ക് വീഡിയോ ഇഷ്ടമായില്ലേ, യൂസ്ഫുള്ളായെന്ന് തോന്നുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ, അവരും ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കട്ടെ. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. നിങ്ങളിങ്ങനെ തന്നെയാണോ സൂപ്പ് വയ്ക്കാറ്? ഇതുപോലെയുള്ള ഹെൽത്തി വീഡിയോസ് നമ്മുടെ ചാനലിൽ
കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കണേ. നിങ്ങൾ നമ്മുടെ ഫാമിലിയിൽ ആദ്യമായിട്ടാണെങ്കിൽ, എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂട്ടത്തിൽ വരുന്ന ബെൽ ബട്ടണിൽ ഓൾ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. എന്നാൽ ശരി എന്നാ.